ലോകത്തിലെ എല്ലാ വിമോചന പോരാട്ടങ്ങൾക്കും നേതൃത്വം കൊടുത്തവർ, പുതിയ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയായി മാറിയതാണ് ചരിത്രം. അതിൽ നിന്നും ഒരു വ്യതിയാനം മഹാത്മാഗാന്ധിയിലാണ്. മഹാത്മാഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെയും അധികാരത്തിൽ നിന്ന് ഒരു സന്യാസിയെ പോലെ മാറി നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഗാന്ധിയെ വ്യത്യസ്തനാക്കുന്നത്. ഗാന്ധിയുടെ ശിഷ്യനായിരുന്ന ജയപ്രകാശ് നാരായണനാണ് ഞാൻ രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്ന പേര്. ഈ രാജ്യത്തെ ജനങ്ങളെ സംഘടിപ്പിച്ച് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സ്വേച്ഛാധികാര ഭരണകൂടത്തിനെ പിഴുതെറിയുവാൻ ഉള്ള ജനകീയ പ്രക്ഷോഭത്തിൻ്റെ മുന്നിൽ നിന്ന് ജയപ്രകാശ് നാരായണൻ തെരഞ്ഞെടുപ്പിൽ ജീവിതത്തിൽ ഒരിക്കലും മത്സരിച്ചില്ല എന്നതാണ്. ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് മുൻപ് തന്നെ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലുണ്ടായിരുന്നു, ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ജയിലിലായിരുന്നു. ഇനി എനിക്ക് പറയാനുള്ളത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന PC ജോഷി 1936 മുതൽ 1947 വരെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. കയ്യൂർ സമരവും പുന്നപ്ര വയലാർ സമരവും അതുപോലെ തന്നെ തേഭാഗ സമരവും തെലങ്കാന സമരവും എല്ലാം നടക്കുന്ന സമയത്ത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന PC ജോഷി ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ചാരു മജുംദാർ. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ സമൂലം സ്വാധീനിച്ച വലിയ നേതാവായി വളർന്ന ചാരു മജുംദാർ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകളോട് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെട്ടതാണ്. അദ്ദേഹം CPI-MLൻ്റെ നേതാവായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥയുടെ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നൊക്കെ പറയാവുന്ന സവർക്കർ ആണ്. അദ്ദേഹം ആദ്യകാലം മുതൽ തന്നെ ഹിന്ദു മഹാസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും മുസ്ലിം ലീഗുമായി ചേർന്ന് ഇന്ത്യ രണ്ടാകണം, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വിഭജിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച രണ്ട് സംഘടനകളാണ്, ഒന്ന് ഹിന്ദു മഹാസഭയും രണ്ട് മുസ്ലിം ലീഗും. അതിൽ ഇവർ തമ്മിൽ ഒന്നിച്ച് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇവർ തമ്മിൽ ഒന്നിച്ചിട്ട് സിന്ധിലും ബംഗാളിലും എല്ലാം, അതുപോലെ നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസിലും എല്ലാം അധികാരത്തിൽ വരെ എത്തിയതാണ് ഹിന്ദു മഹാസഭയും മുസ്ലിം ലീഗും കൂടെയുള്ള സഖ്യം. പക്ഷേ സവർക്കർ ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതുകൂടി നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓർത്തിരിക്കേണ്ടതാണ്. ഉറപ്പായിട്ടും. താങ്ക് യു.